എന്തോ അറിഞ്ഞോണ്ട് ഡ്രോപ്പ് ചെയ്തെന്ന് പറയാ. രണ്ട് കുറുമ്പന്മാരെ കാണൂ, പണിയെടുക്കാത്ത കുറുമ്പന്മാരെ. എന്തോന്ന് വിളിയേക്കടാ പണിയെടുക്കാത്ത കുറുമ്പന്മാരെ എന്തോന്ന് വിളിയേക്കടാ. അപ്പൊ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണോ? എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അടുത്ത വീഡിയോയിൽ ജോനും ജോഷുമായിട്ട് വരുമെന്ന്. നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ 3 പേരായിട്ട് വന്നിരിക്കുന്നു. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണോന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ കരോളിന്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവര് വേഗം തന്നെ നിങ്ങൾ കരോളിന്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഓടിച്ചെന്നിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. കരോളിന്റെ വീഡിയോ ഓടിച്ചെന്ന് കണ്ടിട്ട് പോയോ. അപ്പൊ നമ്മൾ ഇന്നെന്താ എവിടെ വന്നേക്കണേന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? എവിടെ വന്നേക്കണേ ജോനു? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് സ്ട്രോബെറി ഫാമിൽ വന്നു. നമ്മൾ ഇന്ന് ബോസംബറി ഫാമിൽ വന്നേക്കാണ്. ബോസംബറി പറിക്കാൻ വേണ്ടിട്ട് രണ്ടുപേരും ഇങ്ങനെ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറമായിട്ട് ഐസ്ക്രീമും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീക്ഷ്ണതയിലാണ് രണ്ടുപേരും ഇരിക്കുന്നത്. കണ്ടോ നിങ്ങള് ബാക്ക്ഗ്രൗണ്ടില്? ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. കണ്ടോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പിക്ക് ചെയ്യാം ബോസംബറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐസ്ക്രീമും കഴിക്കാം. Like button is there? If you don't like it, press the dislike button. അപ്പൊ ദേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആണ്. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഓടിച്ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതിന്റെ തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ഞെക്കി പൊട്ടിക്കാൻ മറക്കരുത്. അപ്പൊ എന്താണ്, ബെൽ ബട്ടൺ ഉണ്ട്, ബെൽ ബട്ടൺ തട്ടി പൊട്ടിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വേഗം ബോസംബറി ഫാമിലോട്ട് പോയാലോ? ഓടി വായോ. കണ്ടോ ഇതാണ് എൻട്രൻസ്. രണ്ടുപേരും ഓട്ടത്തിലാണ്. കണ്ടോ അതെ, ഇവിടെ ഒരു ചെറിയൊരു കനാല് പോലെ ഉണ്ട്. പക്ഷെ ചീത്ത വെള്ളമാണ് കേട്ടോ. കണ്ടോ ദേ, നിങ്ങൾ ഭയങ്കര ലക്കിയാണ് കേട്ടോ നിങ്ങള്. കണ്ടോ ഈ സമയത്ത് ട്രെയിനിന്റെ ബെല്ല് ഇവിടെ അടിച്ചു. അപ്പൊ ട്രെയിൻ വരികയാണ്. നമുക്ക് ട്രെയിനും കൂടെ കണ്ടാലോ? അടിപൊളി. ട്രെയിൻ വന്നോണ്ടേ ഇരിക്കുകയാണ്. അതെ നമ്മുടെ ട്രെയിൻ വന്നു. നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. ഓ എന്റെ പൊന്നെ, എനിക്ക് വയ്യ. അതേ കണ്ടോ നമ്മളെ ട്രെയിൻ വരികയാണ്. ടങ് ടങ്. ഇതാണ് ഇത് നമ്മുടെ തടിയൊക്കെ എടുത്തോണ്ട് പോണ ട്രെയിനാണ് കേട്ടോ. ഇപ്പൊ തടിയൊക്കെ ഡെലിവറി ചെയ്തിട്ട് തിരിച്ചു പോണ ട്രെയിനാണ്. നമ്മുടെ ട്രെയിൻ പോയി തീർന്നേ. അപ്പൊ നമുക്ക് പോയാലോ? ലോങ് വൺ. നമുക്ക് ഇനി ബോസംബറി പറിക്കാൻ പോയാലോ? എന്നാ വായോ, പോയേക്കാം. ജോഷിട്ടാ പോയാലോ? അപ്പൊ ദാ ബോസംബറി നമുക്ക് പിക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് തന്നെ പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഓടി വായോ. ഇതാണ് ഷെഡ്. നമ്മളിത് ഈ സൈഡിലായിട്ട് നമ്മുടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം ഒക്കെ കിട്ടുന്നത് അവിടെ നിന്നാണ്. കണ്ടോ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഐസ്ക്രീം വാങ്ങിക്കാൻ. ബോസംബറിയുടെ ഐസ്ക്രീം. പിന്നെ ഇഷ്ടംപോലെ ഐസ്ക്രീംസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ എന്താ പറയാ ചെറിയ ബാസ്ക്കറ്റ് പിക്ക് ചെയ്യണത് ബോസംബറി പറിക്കാൻ. ഹലോ, ഓടിച്ചെല്ലു, പൈസ കൊടുക്കണ്ട, ജസ്റ്റ് ബോക്സ് വാങ്ങിച്ചോണ്ട് വന്നാൽ മതി. ജോഷു get one. Joshita get one. Thank you. അപ്പൊ വായോ. അപ്പം പൈസ എടുത്ത് വെച്ചോടാ. ദേ പോവാണ്. ചേച്ചി പറഞ്ഞു കേട്ടോ, ജോനൂട്ടനും ജോഷുട്ടനും നല്ലോണം ഡാർക്ക് ആയിട്ടുള്ളതാണ് പറിക്കേണ്ടത്. നമ്മൾ ഡാർക്ക് അല്ലാത്ത പറിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പുളിയാന്ന് കേട്ടോ.
ദേ ഇവിടെ ഒരു കുറച്ചൊരു നോട്ടീസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇതെന്താണ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഇത് ഇതേക്കണേ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന്. ഐ മീൻ എന്താ പറയാ, നമ്മൾ ചീത്തയാക്കരുതെന്ന്. ഓക്കെ, നല്ലതുപോലെ നമ്മൾ പറിക്കണം. നമ്മളെ മൽബറി ഇല്ലേ നാട്ടിലെ, ആ മൽബറിയാണ് ഇത്. ഹൗ ഇസ് ഇറ്റ്, യു ലൈക്ക് ഇറ്റ്? 8, 9 and 10 എന്നാണ് ചേച്ചി പറഞ്ഞേക്കണേ. അപ്പൊ ദേ ഇതാണ് നമ്മുടെ ബോസംബറി. ഓക്കെ, ബോസംബറിയുടെ ഫാം. യെസ്, അപ്പൊ നമുക്ക് ഇതിലെ കൂടെ നടന്നിട്ട് നമുക്ക് അപ്പുറം ഒന്ന് നോക്കാം ഏതാണ് 8, ഏതാണ് 9, ഏതാണ് 10 എന്ന്. കണ്ടോ നിങ്ങള്? കാണിച്ചു തരാവേ. നമ്മുടെ മൽബറി ഇല്ലേ, ആ മൽബറി തന്നെ. 2 കുട്ടന്മാര് ഇതേ ഓടി 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 ഓടിപ്പോണു. ഇതാണ് നമ്മുടെ ബോസംബറിയുടെ ഫാം. എന്തോ എങ്ങനെയുണ്ട്, ഇഷ്ടായോ നിങ്ങക്ക്? യെസ്, കണ്ടോ, ഇതാണ് ഒരു റോ എന്ന് പറയണത്. കണ്ടോ, ഇനി നെക്സ്റ്റ് റോയാണ്. ഇവിടെ റോ നമ്പർ ഇട്ടിട്ട് കണ്ടോ 1, 2 ഇങ്ങനെ പറഞ്ഞ ഒരു റോ തിരിച്ചിട്ടുണ്ട്. കണ്ടോ നിങ്ങള്? അപ് ടു 20 വരെ ഉണ്ടോ? എൻ്റെ പൊന്ന്, 20 വരെ ഉണ്ടെന്നാണ് പറയണത് ഇവര്. റോസ് കണ്ടോ, ഇതേപോലെ ഒരു റോ തിരിച്ചേക്കാണ്. യെസ്, ആ അപ്പൊ അതെ എൻട്രൻസ് മക്കള് കണ്ടില്ലേ, ഡാർക്ക് ആയിട്ടുള്ളതാണ് പറിക്കേണ്ടത്. ഓക്കെ, ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ളത് കണ്ടോ, ഈ ഡാർക്ക് ആയിട്ടുള്ളതാണ് പറിക്കേണ്ടത്. ഇത് കണ്ടോ, ഇതേപോലത്തെയാണ് പറിക്കേണ്ടത്. അത് ഇങ്ങനെ ഇല്ല, ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ട്വിസ്റ്റ് ചെയ്യ ശുഷു, ട്വിസ്റ്റ് ചെയ്യ. അതെന്താ ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാ, അപ്പം ഇത് ഒരെണ്ണം കഴിച്ചു നോക്കിക്കോ എങ്ങനെയുണ്ടെന്ന് അറിയാം. പക്ഷെ അത് ഭയങ്കര പൊടിയായിരിക്കാം. ആ എന്താ ചെയ്യണ്ടത്, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. ഇങ്ങനെ കണ്ടോ, ചുഷിട്ട് എങ്ങനെ കാണിച്ചടാ, നല്ല ഡാർക്ക് ആയിട്ടുള്ളത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കണം എന്നാണ് പറഞ്ഞത്. എങ്ങനെയാ ചുഷിട്ടാ? ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടാ പറിച്ചോ. അങ്ങനെയല്ല ചുരുട്ടാ, അത് ഇങ്ങനെ നോക്കിക്കടാ, ഇങ്ങനെ ഇങ്ങനെ, അങ്ങനെയല്ല, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യത് ഇങ്ങനെ. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളതല്ല, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്തു പോകും. ഇങ്ങനെ നോക്കിക്കേടാ, ഇത് കണ്ടോ കുഞ്ഞു, ഇത് കണ്ടോ? എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, ഇച്ചിരി 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 നല്ലോണം ഡാർക്ക് നോക്കണ്ട, അല്ലാത്തത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറിച്ചോ, കാരണം ഭയങ്കര ഡാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു പോയി നിന്നിരിക്കും. പക്ഷെ ഇത് കണ്ടോ, ഇത് സ്ട്രോബെറി പോലെയൊക്കെ ഫീൽ ചെയ്യണേ എനിക്ക്. കണ്ടോ, എങ്ങനെ പറിക്കുവോ? സ്ട്രോബെറി ആയിരുന്നു അല്ലേ എളുപ്പം, ഈസി സ്ട്രോബെറി പിക്കിങ് ആയിരുന്നു. എങ്ങനെയാ, നടക്കുവോ? ഡ്രസ്സിൽ മൊത്തം ആക്കണു. വായോ, പറിച്ചു തരാം, വായോ. അപ്പം ഇതിൻ്റെ അകത്ത് കുഞ്ഞു പിള്ളേർക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രോബെറി പിക്കിങ് ആണ്. ബ്ലൂബെറി പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ലോണം പഴുത്ത് കാരണം നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ നേരത്ത് നമ്മളെ കൈ മൊത്തം സ്പ്ലാഷ് ആകും. അപ്പം അതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്കെല്ലാം സ്ട്രോബെറി പിക്കിംഗ് ആണ് ഈസി. ജോനു എങ്ങനെയുണ്ട്? ആ ജോനു പറയുന്നു റോങ് വൺസ് ആണ് ജോനുവിന് കിട്ടുന്നത്. ഇറ്റ്സ് ഓക്കെ. അപ്പം ഹെൽപ്പ് ചെയ്യാം ജോനു. ദേ ഇങ്ങ് നോക്ക്, ഇങ്ങ് വന്നിട്ട് ഇത് യു ഗോട്ട് ഇറ്റ്. അങ്ങനെ നമ്മൾ പയ്യെ നല്ലോണം പ്രസ് ചെയ്യരുത്, അല്ലാത്ത ലെവലില്. കണ്ടു കണ്ടു സുഷിട്ടാ, വല്ല നടത്തിയോ? എന്താ പറ്റിയടാ? എന്നെ പറ്റിയേ സ്പ്ലൈക്കി തിങ്. ഇങ്ങനെയുള്ളത് പറിച്ചു വെച്ച്, ഇങ്ങനെയുള്ളത് ഇറ്റ്സ് നോട്ട് ഗുഡ് വൺസ്. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചമ്മന്തി ആയി പോയിരിക്കും. Good boy. Oh, Joshua's a good boy. Joshua's getting now.
അപ്പൊ നമ്മള് പറിക്കൂ നല്ല അധ്വാനികളായിട്ട് പറിക്കൂ. ഒന്ന് വായോ തരാം. നമ്മുടെ ജോനപ്പന്റെ കൈയൊക്കെ മുറിഞ്ഞു, പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് പാവം പോയി. ജോനുട്ടാ എന്തു പറ്റിടാ? എന്തു പറ്റി ജോനു? ബാക്ക് ചെയ്യാണോ പാടാ ചോദിച്ചു. നമ്മുടെ ജോനപ്പൻ അങ്ങനെ രാജിവെച്ചിരിക്കുന്നു. ബോസംബറി പറിക്കണയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. ജോഷുദേ ഭയങ്കര ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജോലി. ജോഷു ശക്തമായി തുടരൂ. നമ്മള് ജോനപ്പന്റെ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ജോനപ്പന്റെ എന്താ പറയാ കൈയൊക്കെ പൊട്ടി നശൂലമായി. ജോനപ്പൻ രാജിവെച്ചു. അപ്പൊ നമുക്ക് തുടരാം. പക്ഷേ ഇതുണ്ടല്ലോ, ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയേ. പക്ഷിയാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ മലബറിയുടെ അത്ര ഒന്നും ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. എനിക്കിഷ്ടം അങ്ങനെ ഇഷ്ടം. പറച്ച ജോനു സീർന്ന് വയ്യോ സീർ ജോനു. ചോദിക്കടാ കൈ പോയോ? കാണട്ടെ എല്ലാവരും കാണട്ടെ. കണ്ടോ പാവം, അതിന്റെ കൈ മൊത്തം പോയി. അതിന്റെ സങ്കടത്തിലാണ്. ഐസ്ക്രീം മേടിച്ച് കഴിക്കാടാ. ഓട്ടാണോ? അന്ന കൊച്ചവിടെ നിന്നോ. പാവം അതിന്റെ ചൂടെടുക്കണോ? അയ്യോടാ, അത് ഇച്ചിരി പറിച്ചാ മതി. Anything to chat with? Anything with chat with? പറ ജോനു, എങ്ങനെയുണ്ടായിരുന്നു ജോനുവിന്റെ എക്സ്പീരിയൻസ്? പറ ജോനുവിന്റെ എക്സ്പീരിയൻസ്. ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ജോനുവിന്. കാരണം കൂടെ പറ ജോനു. Nothing else to say. എന്തായിരുന്നു എക്സ്പീരിയൻസിൽ എന്തായിരുന്നു ബാഡ് ആയിട്ട് ഫീൽ ചെയ്തേ ജോനു? It's always picky there. പിക്കിയാണ്. ഓക്കെ വായോ ചേച്ചി പറിച്ചു തരാം. നമ്മുടെ ജോഷപ്പൻ ഭയങ്കരമായിട്ട് ചൂടൊക്കെ എടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ച് ഹോട്ടൊക്കെ ആയി, കാലൊക്കെ ഹോട്ടായി എന്നൊക്കെ പറഞ്ഞേണേ. ഓക്കെ ജോനു, നമുക്ക് ഇച്ചിരി കൂടെ പറിച്ച് നമുക്ക് വീട്ടിൽ പോകാൻ. ജോനുവിനും ജോഷുവിനും ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആണ് എന്തായാലും ബോസംബറി. എന്റെ പൊന്നെ അങ്ങനൊന്നും പറയല്ലേ. കണ്ടോ നിങ്ങള് ബോസംബറി? Don't go there. Bad experience ആണ്. Okay. If you touch those spike, they tell me you need to touch these, but those are spiky. ആണ്. Okay. Okay. ജോനപ്പൻ പറിച്ച് കുറച്ചും കൂടെ അവൻ പറിച്ചു. എന്നിട്ട് പോവുകയാണ്. എങ്ങോട്ട് പോകുന്നു ജോനപ്പൻ? നമ്മള് ഇതൊക്കെ മേടിച്ചിട്ട് കുറുമ്പനെ പോകാൻ നോക്കാം. ഓക്കെ, രണ്ടുപേരും ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത് നെക്സ്റ്റ് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോവാം. അത് അവിടെ വെച്ചോടാ കുഞ്ഞു. ലോലി വേണോ? ലോലി ആർക്കാ ലോലി വേണ്ട? വേഗം പിടിച്ചോ. ആർക്കാ വേണ്ട ലോലി? ജോനു പാവം പോക്കറ്റിലൊക്കെ കീഴണേന്റെ തിരക്കില്ല. മതി, അങ്ങനെ ഇട്ടാ ജോനു. ആർക്കാ ലോലി വേണ്ടേ? ലോലി എന്നൊക്കെ അവര് പറഞ്ഞ എൻ്റെ അടുത്ത്. എനിക്കറിയാൻ പാടില്ല, ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചാ. വാട്ട് അബൌട്ട് വേണോ? ആർക്കാ വേണ്ടേ? എന്നാ പോക്കറ്റ് കിട്ടോ. ഇപ്പൊ കഴിക്കണ്ട, നമുക്ക് ഓടിച്ചെന്ന് ഐസ്ക്രീം ഏതാ വേണ്ടേന്ന് നോക്ക. ചെല്ല്, ഐസ്ക്രീം ഏതാ വേണ്ടേന്ന് നോക്ക. ചെല്ല്. പാവം രണ്ടുപേരും നല്ലോണം ടയേർഡായിട്ടോ. ടയേർഡായോ രണ്ടുപേരും? എന്തോ ഇതേ അത് കുഞ്ഞു. ഓക്കെ ഓക്കെ. ഏതാ ഐസ്ക്രീം വേണ്ടേന്ന് നോക്ക്. ഇതാണ് നമ്മുടെ ഐസ്ക്രീം ഷോപ്പ്. ഇത് ഏതൊക്കെയാ? അതേ നോക്ക്. വാൽഫിൽ കോൺസ് ഉണ്ട്, കിഡ്സ് എന്താണ്ടൊക്കെ ഉണ്ടടാ. ചോക്ലേറ്റോ, മാംഗോ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ബോസംബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, മിക്സ്ഡ് ബെറി ഉണ്ട്. ചോക്ലേറ്റ് ഇവിടെ കാണുന്നില്ലാടാ. ഹാട്ട് ചോക്ലേറ്റ് വേണോ നിനക്ക്? ഇതൊക്കെയാണ് ഇവിടുത്തെ ഐസ്ക്രീംസ് എന്ന് പറഞ്ഞാൽ. ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഇല്ലാടാ. പിന്നെ കോഫി സെറ്റ് ഉണ്ട് ഇവിടെ. ഏതാ വേണ്ട ഇതിൻ്റെ അകത്ത്? വേഗം സെലക്ട് ചെയ്തോളൂ. സ്ട്രോബെറി. ജോനുന് ബ്ലൂബെറി. കണ്ടോ രാജാവ് ഇരിക്കണ ഇരിപ്പ് നോക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂ ആണ്. ഇവിടെ നമുക്ക് ക്യൂവിൽ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങി. രണ്ട് രാജാക്കന്മാരെ കണ്ടോ? രണ്ട് രാജാക്കന്മാർ പാവൻ ടയേർഡായിട്ടോ. ഭയങ്കര വെയിലാണ്. അപ്പോൾ രണ്ടുപേരും നല്ലോണം ടയേർഡായി.
വേർത്ത് കുളിച്ചൊക്കെ അവിടെ ഇരിക്കുകയാണ്. സ്ട്രോബെറി ഓടിച്ചെടുക്കോ? ജോനുവിൻ്റെ അല്ല ജോഷുവിൻ്റെ സ്ട്രോബെറി ഇവിടെ എത്തി. ജോഷുവിന് റീച്ച് ആവില്ല. സ്ട്രോബെറി ഓടിക്കോ. എങ്ങനെയുണ്ട്? ഫോട്ടോ എടുത്തോട്ടെ. ജോനപ്പൻ്റെ ബ്ലൂബെറി. ജോനപ്പൻസ് അതവിടെ വെച്ചോ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ ജോഷുട്ടനോ? ജോഷുട്ടൻ ഇഷ്ടായി? ഇപ്പൊ എൻ്റെ മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ട് ഇപ്പൊ വരും. മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ട് ഇവിടെ എത്തി. ഹൗ മച്ച്? കണ്ടോ, എൻ്റെ മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ട് ആണ്. ഗ്രൗണ്ടി അബൌട്ട് ദ വിൻഡ്. കണ്ടോ, 3 എണ്ണങ്ങൾ ഇരിക്കുവാണ്. ജോഷു കാണില്ലോ. ജോഷുട്ടാ, ഇവിടെ ഇങ്ങനെ സീറ്റിംഗ് ഏരിയ ഒന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കണം കേട്ടോ. എൻ്റെ മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ട് ആണേ. ജോനുവിൻ്റെ ഏതാടാ? ബ്ലൂബെറി. ജോഷുവിന് ഹോട്ട് ചിപ്സ് ഇന്ന് ഇവിടെ ഇല്ലാന്ന്. ദാറ്റ് വാസ് സ്റ്റുപ്പിഡ്. എല്ലാത്തിനും സ്റ്റുപ്പിഡ് ഉണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടമായി. ഒരു മിനിറ്റ്. ചുരുപ്പ എന്തായി? ചുരുണ്ട എന്തായി? പറ കുഞ്ഞു. കുഞ്ഞു പാവം മൊത്തം മെൽറ്റായി കണ്ടതിന്റെ. വേഗം കഴിക്കുക. ജോഷു തന്നെ മിക്കനായിട്ട് കഴിക്കണം കേട്ടോ. ഗുഡ് ബോയ് ആയിട്ട്. അതായത് ജോനുവിന്റെ ഇങ്ങനെ മെൽറ്റായി 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 കൈയൊക്കെ ഇങ്ങനെ അലകോലമായി. എന്റെതാ ഇവിടെ വരെ എത്തി. സീറ്റ് ബെൽറ്റ് അല്ലേ? വെള്ളമുണ്ട്, വാഷ് ചെയ്തിട്ട് പോവാം. ഞാൻ ഇവിടെ ഇല്ല, ഞാൻ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ബോട്ടിലിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. നോട്ട് ദ എന്തായി? പാവം ജോജിനെ കണ്ടോ? ജോജി അത് കണ്ടോണ്ട് ജോജി അങ്ങോട്ട് മാറിയിരുന്നു. ജോനുവിന്റെ ഇങ്ങനെ അലങ്കോലമായത് കണ്ടിട്ട് അത്ര നേരം ജോഷി അടുത്തിരിക്കായിരുന്നേ. പെട്ടെന്ന് ജോഷി പയ്യെ അങ്ങോട്ട് മാറിയിരുന്നു സീക്രട്ടില്. എന്താ വല്ല നടക്കോ? ഇതെന്ത് കാണിക്കണേ? Jonu make a big mess. The ice cream melts fast. Thank you. It's slow. ജോഷു, നീ എന്ത് കാണിക്കണത്? ഓട്ടുണ്ടാക്കോ? കുഴിയാനുണ്ടാക്കാണോ നീയാ? വേഗം കഴിച്ചേക്ക. Joshu, big boy. Why does Blaze always go on me? ആ പറ്റില്ല. ജോലിന്റെ കൊതി തീർന്നു. ഇതോടുകൂടി ജോലിന്റെ ഐസ്ക്രീം കൊതി തീർന്നു. ഇനി ജോലി ഐസ്ക്രീം ചോദിക്കത്തില്ല. What are you doing, babe? അതെന്നായിരുന്നു? A bee. ബി ആയിരുന്നോ? അതിനെ പേടിപ്പിച്ച് ഓടിച്ചിട്ടോ? Ow. Ow. What?
Wait, was that Mark Bliss correct? എന്റെ ജോണു നീ വേഗം കഴിക്കടാ. ഇത് ഇന്നതാണ് കണ്ടോണ്ടിരിക്കണ കുഞ്ഞു. നിന്നെ എന്റെ പൊന്നേ മതി. ഞാൻ നല്ല ഡീസന്റ് ആണ്. എന്റെ ഒന്നും അരിത്തു പോയിട്ടില്ല. ഡീസന്റ് ആയിട്ട് തീർന്നു. ജോലിന്റെ പാലിലൊക്കെ ഐസ്ക്രീം. നിന്നെ കാണിക്കില്ല. ഇതെന്ത് കാണിച്ചാണ് നീ? നിന്റെ ഡ്രസ് അരച്ച ഐസ്ക്രീമാ. കൊടെ കളാ കഴിക്കണ്ടെങ്കില് വേണ്ടെങ്കിൽ കളാ. മിടുക്കൻ. എന്റെ സായിപ്പൂഞ്ഞിനെ കണ്ടോ നിങ്ങള്? സായിപ്പേ റബ്ബിഷ് ഇല്ലെന്ന് തോന്നൂല പൊന്നാ. റബ്ബിഷ് That's the first time I drank my ice cream. എന്തോ അറിഞ്ഞോണ്ട് ഡ്രോപ്പ് ചെയ്തെന്ന് പറ. ഫസ്റ്റ് ടൈം യു കൊണ്ടിട്ട് വേസ്റ്റ് റബ്ബിഷ് കൊണ്ടിട്ട് ഇവിടെ ഇടരുത്. കണ്ടോ ജോനു കള്ളൻ. ബോക്സിലൊക്കെ വീഴ്ച. ഓ ഇതെന്താണത് കാട്ട്. അപ്പോഴേക്ക് നീ കാള കൂട്ടാൻ പോയതാണെന്ന് കണ്ടോ? അപ്പൊ ദാ നമ്മുടെ ഐസ്ക്രീം ഒക്കെ തീറ്റയെല്ലാം കഴിഞ്ഞു. രണ്ടുപേരും കുട്ടപ്പന്മാരായി കൈയൊക്കെ കഴിഞ്ഞു. ക്യാൻഡി ടൈം. ഇനി അടുത്ത ക്യാൻഡി ടൈം ആണ് ജോഷുവിന്. അപ്പം ആദ്യമേ ബോസംബറി പരിപാടി തീർന്നു. അതിട്ട് ഓപ്പായോ? അയ്യോടാ ഇനിയിപ്പോ എടുക്കണ്ട. ഈ ഉള്ളതും കൂടെ കഴിക്കും. വേണ്ട 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 എടുക്കരുത്. ഇത് കഴിച്ചാൽ മതി കൊച്ചു. ഓക്കെ. അപ്പം ജോനുനും ജോഷിനും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ജോഷിട്ടാ ജോഷിട്ടൻ സങ്കടത്തിലാണ്. സെന്റ് മേരീസ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആണോ? ഓക്കെ. അപ്പം ദേ നമ്മള് പോവാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ടാറ്റ ബൈ ബൈ. ഓക്കെ സീ യു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പൊ അതുവരെ ബൈ ഫ്രം everyone. Okay, bye from Jonu, bye from Joshua and bye from Gino. Love you lots. Next video ഞങ്ങൾ പെട്ടെന്ന് വരുന്നതാണ്. അപ്പൊ അതുവരെ see you.